യുക്രൈനുമായുള്ള യുദ്ധം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ് പുടിൻ തന്റെ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, 2025 പിറന്നിരിക്കുകയാണ്. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം ഇപ്പോൾ പൂർത്തിയായി. റഷ്യക്ക് ഇനിയും ഒരുപാട് വളരാനുണ്ട്. ഇതിനോടകം നേടിയ നേട്ടങ്ങളിൽ നമുക്ക് അഭിമാനിക്കാം. ഒരു പുതുവർഷത്തിന്റെ പടിവാതിക്കലിൽ നമ്മൾ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുകയാണ്. എല്ലാം ശരിയാകുമെന്ന് നമുക്ക് കൃത്യമായ ഉറപ്പുമുണ്ട്. നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പുടിൻ തുറന്നു പറഞ്ഞു. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ റഷ്യ പരീക്ഷണങ്ങളെ തരണം ചെയ്യുകയും പ്രധാന ലക്ഷ്യങ്ങൾ നേടുകയും ഐക്യം ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പൗരന്മാരുടെ ക്ഷേമത്തിനാണ് മുൻതൂക്കം നൽകുന്നതെന്ന് പുടിൻ വെളിപ്പെടുത്തുകയുണ്ടായി. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ യുക്രൈനിലെ യുദ്ധത്തെക്കുറിച്ചോ അദ്ദേഹം പറഞ്ഞില്ല. 2025 രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമെന്നതാണ് പ്രസംഗത്തിലുടനീളം പുടിൻ പറഞ്ഞിരുന്നത്. US ട്രംപ് അധികാരമേറ്റാൽ യുദ്ധത്തിന് അവസാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ യൂറോപ്പ് മുന്നോട്ട് പോകുന്നത്. കാൽ നൂറ്റാണ്ടോളം അധികാരത്തിലിരുന്ന ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ക്രെംലിൻ ഭരിച്ച നേതാവായി പുടിൻ മാറുകയാണ് ശരിക്കും.